everyone. അപ്പോൾ നമ്മൾ ഇന്ന് സ്വീറ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി നമ്മുടെ മോത്തിച്ചൂർ ലഡു റെസിപ്പിയാണ്. അപ്പോൾ ബൂന്തി ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവർക്കും ടെൻഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ലഡുവിന് ബൂന്തി ഒന്നും ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ലഡു തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെന്നാദാൽ നമ്മുടെ കടലപ്പരിപ്പ് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 മണിക്കൂറാണ് ഞാൻ കുതിർത്തെടുത്തത്. ഇനി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചെറിയ ചെറിയ തരികളായിട്ടിരിക്കണം കേട്ടോ. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് നമ്മൾ നേരെ ചട്ടിയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പം ഓയിൽ ചേർക്കുന്നതിനേക്കാളും രുചിക്കുന്നത് നെയ്യ് ചേർക്കുമ്പോഴാണ്. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത്, അല്ലെങ്കിൽ കളർ മാറാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആ യെല്ലോ ഷെയ്ഡ് തന്നെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നെയ്യിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഒന്ന് ചൂട് പോയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ ചെറിയ തരികളായിട്ടിരിക്കണം. അതാണ് നമ്മുടെ ബൂന്തിയുടെ പരുവം അല്ലേ. അപ്പം ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, നല്ല ബൂന്തിയുടെ പരുവത്തിലാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. ഇനി നമുക്ക് നല്ല സിറപ്പ് ആക്കിയെടുക്കാം. ഒരു നൂൽ പരുവം എന്ന് പറയുന്നത്, ഒറ്റ നൂൽ പരുവം, അതാണ് നമ്മുടെ അളവ്. അപ്പം നല്ല സിറപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഒറ്റ നൂൽ പരുവം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ഓറഞ്ച് ഫുഡ് കളർ, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. 3-4 ഡ്രോപ്സും പിന്നെ അതുപോലെ നാരങ്ങ നീര് 3-4 ഡ്രോപ്സ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ കൃഷി ചെയ്തിട്ടുള്ള കടലപ്പരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബൂന്തി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പം നാരങ്ങനീര് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഡു ഒന്ന് സോഫ്റ്റ് ആവും. അത് മാത്രമല്ല പഞ്ചസാര കട്ടി പിടിക്കത്തുമില്ല, നമുക്ക് പഞ്ചസാര പനി കട്ടി പിടിക്കത്തുമില്ല, ലഡു സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. അതിനാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ബൂന്തി എല്ലാം തന്നെ നന്നായിട്ട് നമ്മുടെ പഞ്ചസാര പാനിയിൽ കിടന്ന് നന്നായിട്ട് സിറപ്പെല്ലാം അബ്സോർബ് ചെയ്തെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പം ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം കുറച്ച് ചൂടൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കിയെടുക്കാം. ചെറിയ ലഡൂസ് വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ വലിയ ലഡൂസ് വേണമെങ്കിൽ നിങ്ങളുടെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുക്കാം. അപ്പം ആ ലഡുവിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു പിസ്തയോ കാഷ്യൂനട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോത്തിച്ചൂർ ലഡു റെഡി ആയിരിക്കുകയാണ്. ബൂന്തി ഒന്നും ഉണ്ടാക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നമ്മുടെ മോത്തിച്ചൂർ ലഡു റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ. ആദ്യമായിട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ മോഷ്ണീസ് ഫുഡ് ആൻഡ് ലൈഫ്.